നമസ്കാരം. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ പൊതുസമൂഹത്തെ ഞെട്ടിക്കുന്നതാണ്. കാരണം പതിറ്റാണ്ടുകളായിട്ട് ഒളിഞ്ഞുകിടന്ന പല ക്രൂരതകളുടെയും ചുരുളഴിയുന്നതോടെ പലരും അവിശ്വസനീയതയോടെയാണ് ഈ വാർത്തകളെ നോക്കിക്കാണുന്നത്. കേസെടുക്കാനും തെളിവെടുപ്പിനും പോലീസ് മടി കാണിച്ചതിന് പിന്നിൽ പ്രമുഖരുടെ സ്വാധീനമുണ്ടായിരുന്നെന്ന ആരോപണം ബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കേസ് അന്വേഷണം വഴിതിരിച്ചു വിടാനായിട്ട് സാധ്യതയുണ്ടെന്ന സംശയങ്ങൾ നിലനിൽക്കെ കർണാടക സർക്കാർ ഒരു നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ്. ധർമ്മസ്ഥല വെളുത്തങ്ങാടി താലൂക്കിലെ പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണം സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കീഴിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി. ബിജെപിയും ചില മാധ്യമങ്ങളും കേസിൽ വെള്ളപൂശാൻ ശ്രമിക്കുന്നതിനിടെയാണ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഈ ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അന്വേഷണത്തിൽ മടി കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇനി അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഇതിലൂടെ ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നു. ധർമ്മസ്ഥലയിൽ ഒരു സർക്കാരുണ്ടെന്നും നീതി ഉറപ്പാക്കുമെന്നും കോൺഗ്രസ് സർക്കാർ നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ ഒരു നീക്കം. നേരത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പരമേശ്വരയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കേസ് അന്വേഷണത്തിനായിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷന്റെ മേൽനോട്ടം കൂടി ഏറ്റെടുത്തതോടെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. നിലവിൽ നടന്നു വരുന്ന അന്വേഷണത്തിൽ ധർമ്മസ്ഥലയിലെ പ്രമുഖ വ്യക്തികളുടെ പങ്കാളിത്തം സംബന്ധിച്ച സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്ക് കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ അറിയാമായിരുന്നുവെന്നും പെൺകുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടുകയും ചെയ്ത സംഘത്തിലെ ഒരാളായിരുന്നു ഇയാളെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 12 സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ 100-ലേറെ അസ്ഥികളും 15-ലധികം മൃതദേഹങ്ങളും കണ്ടെത്തിയതായിട്ടും റിപ്പോർട്ടുകൾ പറയും. ഇത് കൂടാതെ സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോയിന്റ് 13 എന്നറിയപ്പെടുന്ന സ്ഥലത്തും അന്വേഷണം പുരോഗമിക്കുകയാണ്. റോഡിന്റെ അരികിലുള്ള ഈ സ്ഥലം, അവിടെ ഏതാണ്ട് 5-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. ഇവിടെ നിന്നും തെളിവുകൾ ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. അന്വേഷണം കൂടുതൽ ഊർജിതമാകുമ്പോൾ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന പ്രമുഖ വ്യക്തികളുടെ തോട്ടങ്ങളും എസ്റ്റേറ്റുകളും പോലീസ് അരിച്ചു പെറുക്കാനായിട്ട് സാധ്യതയുണ്ടെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചു. ധർമ്മസ്ഥലയിലെ ഗുണ്ടാസംഘമായ ഡി ഗ്യാങ്ങിനെതിരെ പൊതുജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ സംഘം മാധ്യമപ്രവർത്തകരെ പോലും ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരുന്നു. ഈ ആക്രമണം നടന്നത് സൗജന്യ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സ്ഥലത്തിനടുത്ത് വെച്ചാണ്. പെൺകുട്ടിയുടെ അമ്മ ഇവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മഹേഷ് ഷെട്ടി, തിമറോസ്, ഗിരീഷ് മട്ടന്മാർ തുടങ്ങിയ പ്രമുഖ വ്യക്തികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ വരവോടെയാണ് ഈ ഗുണ്ടാസംഘം ഏറെ പ്രതിരോധത്തിലായത്. സത്യം പുറത്തു വരുന്നതുവരെ ആക്രമണങ്ങളിലേക്ക് കടക്കരുതെന്ന് ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഡി ഗ്യാങ്ങിലെ ചില അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തത് അന്വേഷണത്തിന് വേഗത കൂട്ടിയിരുന്നു. പാവങ്ങളെ ചൂഷണം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ നരാധമന്മാർക്കെതിരെ കോൺഗ്രസ് സർക്കാർ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായിട്ട് അധികാരം ഉപയോഗിച്ച കുറ്റകൃത്യങ്ങൾ നടത്തിയ ധർമ്മസ്ഥലയിലെ പ്രമുഖരുടെയും അവരുടെ ഡി ഗ്യാങ്ങിൻ്റെ ഈ കാലം അവസാനിക്കാൻ പോവുകയാണെന്ന സൂചനകളാണ് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്.